ഞാൻ കൂടുതലുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഫുഡായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. എൻ്റെ മമ്മി നന്നായി ഫുഡ് ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയ മമ്മി ഉണ്ടാക്കി തന്നേക്കുന്ന ഭക്ഷണത്തിനോ റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. സോ അങ്ങനെ മമ്മി എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുന്ന മമ്മി സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ജോയിൻറ്റ് ഫാമിലിയിൽ ഏകദേശം ജോയിൻറ്റ് ഫാമിലിയിൽ തന്നെ താമസിച്ച പീരീഡിൽ മമ്മി എല്ലാ വീക്കെൻഡിൽ ഉണ്ടാക്കിക്കൊണ്ട് ദിവസമാണ് ഈ ബോട്ടിക്കറി. അപ്പോൾ ഇവിടെ ഫോർട്ട് കൊച്ചി സ്റ്റൈൽ ബോട്ടിക്കറിയാണത്, വറുത്തരച്ച് ബോട്ടിക്കറി എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1.5 തേങ്ങ, അതായത് ഒരു തേങ്ങയും മരമുറിയും കൂടെ ഗ്രേറ്റ് ചെയ്തതിലോട്ട് ഒരു പിടി മല്ലി, 1/2 സ്പൂൺ മഞ്ഞൾ, പിന്നെ 2 കഷ്ണം പട്ട, 4 ഏലക്ക, 5 ഗ്രാമ്പൂ, പിന്നെ 1 സ്പൂൺ വലിയ ജീരകം, പിന്നെ 2 സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കും. നല്ല ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കി ഓഫാക്കി. ചൂടാകുമ്പോഴത്തേക്കും അത് എണ്ണ ഒന്നും ഇടാതെ തന്നെ അരച്ചെടുക്കണം, വെള്ളം ചേർക്കാണ്ട്. പിന്നെ ബോട്ടി 1 കിലോ ബോട്ടിയും 3/4 കിലോ ചേനയുമാണ്. ബോട്ടി നമ്മൾ കഴുകി ക്ലീനാക്കി 4-5 വിസിൽ വരുന്ന വരെ ഉപ്പും മഞ്ഞളും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞിട്ട് വേണം നമുക്ക് കറിക്കെടുക്കാൻ. അതേപോലെ തന്നെ ചേനയും നമ്മൾ എന്ത് ചെയ്യും, ചേനയും 3/4 കിലോ ചേന ചെറുതായിട്ട് മുറിച്ച് അത് 1 വിസിൽ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് 2 സവാള ചോപ്പ് ചെയ്തതും, 1.5 കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 കുടം വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക്, 1 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ വഴണ്ട് വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ മഞ്ഞളും ഈ ബോട്ടി ഈ ചേനയ്ക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കും. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി അത് ബാലൻസ്ഡ് ആക്കിയിട്ട് നമുക്കിത് നല്ല പുട്ടും കൂട്ടി കഴിച്ചാൽ ഇതിനേലും നല്ല കോമ്പിനേഷൻ വേറെ ഒന്നുമില്ല. യു ഷുഡ് ട്രൈ ദിസ് റെസിപ്പി.